ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും പരലോകത്ത് സ്വർഗം ലഭിക്കാനും ഉതകുന്ന തിരിച്ചറിവുകളാണ് നമ്മുടെ ദർസ് ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നമ്മളൊക്കെ വിശ്വാസികളാണ്, ഈമാനുള്ളവരാണ് എന്നൊക്കെ പറയുമ്പോഴും അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, സലഫുകളുടെ ചരിത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, നമ്മുടെ ഈമാനിലും വിശ്വാസത്തിലൊക്കെ ഒരുപാട് ഇനിയും എഡിറ്റ് ചെയ്യാനുണ്ട്, ഒരുപാട് ഇനിയും തിരുത്താനുണ്ട് എന്ന ഒരു തിരിച്ചറിവിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ റെഡിയാണെങ്കിൽ ജസ്റ്റ് ആർന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. ദൃഢവിശ്വാസമുള്ളവരായി മാറിക്കഴിഞ്ഞാൽ, യഖീനുള്ളവരായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സ്വസ്ഥതയിലേക്ക്, സമാധാനത്തിലേക്ക് പോകും. ഇൻഷാ അല്ലാഹ് അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വലിയ അനുഗ്രഹം എന്താ? ജീവിതത്തിലെ വലിയ അനുഗ്രഹം എന്താണ് എന്ന് നമ്മൾ പ്രമാണങ്ങളെ പരിശോധിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നഹു ലം യുഅത അബ്ദുൻ ശൈഅൻ ബഅദൽ യഖീനി അഫ്ളല മിനൽ ആഫിയ. യഖീന് കഴിഞ്ഞാൽ, ദൃഢവിശ്വാസം കഴിഞ്ഞാൽ, ആഫിയത്തിനേക്കാൾ, സൗഖ്യത്തേക്കാൾ അള്ളാഹു ഒരു അടിമക്കും വലിയ ഒരു അനുഗ്രഹം നൽകിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടും ചോദിക്കണം. വ ഇന്ന ലനസ്അലുല്ലാഹൽ യഖീന വൽ ആഫിയ, പ്രവാചകൻ പറയണം. അതുകൊണ്ട് യഖീനും ചോദിക്കണം, ആഫിയത്തും ചോദിക്കണം. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ഭൗതികമായി ചിലപ്പോൾ നമ്മൾ ശാരീരികമായ രോഗങ്ങളാകാം, അതുപോലുള്ള ബുദ്ധിമുട്ടുകളിൽ നമ്മൾ ഏർപ്പെട്ട് ചിലപ്പോൾ നമുക്ക് ഇബാദത്ത് വരെ ശരിയായി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. അപ്പോൾ അതില്ലാതെ ആഫിയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിലും പ്രദോഷത്തിലൊക്കെ നമ്മോട് ചോദിക്കാൻ പറഞ്ഞ സംഗതിയാണ്. അതിനേക്കാൾ വലിയ അനുഗ്രഹമാണ്, അതിനേക്കാൾ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കേണ്ടതാണ് എന്ത്? അൽ യഖീൻ, ദൃഢവിശ്വാസം എന്നുള്ളത്. എന്താണ് ദൃഢവിശ്വാസം എന്ന് പറഞ്ഞാൽ? മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, അൽ യഖീനു ഹുവൽ ഇൽമു താം. യഖീൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അറിവാണ്. പൂർണ്ണമായ അറിവ് എന്ന് പറഞ്ഞാൽ ലൈസ ഫീഹി അദ്നാ ശക്ക്, അതിലെന്തില്ല? സംശയത്തിൻ്റെ ഒരു അംശം പോലും ഇല്ല. ഒരു ചെറിയ ഡൗട്ട്, ദീനിൻ്റെ വിഷയത്തിൽ ചെറിയൊരു ഡൗട്ട്, അള്ളാഹുവും റസൂലും പഠിപ്പിച്ച വിഷയത്തിൽ അതൊക്കെ ഇപ്പം അങ്ങനെ ഉണ്ടാവുമോ എന്ന ഒരു ചെറിയ സംശയം, അതുപോലും അവർക്ക് ഉണ്ടാവില്ല.
ഉണ്ടാകൂല എന്ന് മാത്രല്ല, അൽ മൂജിബുലിൽ അമൽ, ആ ദൃഢവിശ്വാസം അവരെ എവിടെ എത്തിക്കും? കർമ്മങ്ങൾ നിർബന്ധമാക്കും. ഒരു കർമ്മം ചെയ്തിരിക്കും, അവർ സൽക്കർമ്മങ്ങളിൽ ഉണ്ടാകും. അപ്പൊ സൽക്കർമ്മങ്ങളിലേക്ക് ഒരു മനുഷ്യനെ നിർബന്ധമായും എത്തിക്കുന്ന, സംശയത്തിന്റെ ഒരു തരിമ്പ് പോലും ബാക്കിയില്ലാത്ത വിധം പൂർണ്ണമായ വിശ്വാസം, പൂർണ്ണമായ അറിവ്, അതിനാണ് ശരിക്കും യഖീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണെങ്കിൽ സീന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. ഇനി അവരുടെ 10 വിശേഷണങ്ങൾ ഞാൻ പറയാൻ പോകണം. ഇൻഷാ അല്ലാഹ് 10 യഖീനുള്ള ആളുകളുടെ 10 വിശേഷണങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് എത്ര യഖീനുണ്ട് എന്നും, നമ്മൾ അതില്ല എങ്കിൽ അത് ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിക്കുകയും, യഖീൻ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട 4 കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിൽ ഒന്നാമത്തെ സംഗതി എന്താ വെച്ചാൽ, അവര് ഗൈബിൽ വിശ്വസിക്കും എന്നുള്ളതാണ്. ഗൈബിൽ വിശ്വസിക്കുന്നു പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, അവർക്കൊരു ഡൗട്ട് ഉണ്ടാകൂല. അള്ളയും റസൂലും പരിചയപ്പെടുത്തിയ വിഷയത്തിൽ ഒരു സംശയം ഉണ്ടാകൂല. സൂറത്തു ബഖറ നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന സൂറത്താണ്. ആ സൂറത്തിൽ ആദ്യത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ, മുത്തഖീങ്ങളെ, ഹിദായത്തിലുള്ളവരെ, വിജയിച്ചവരെ, അല്ലെ, എത്ര വിശേഷണങ്ങളാണ് അവിടെ വന്നത്. അവരെക്കുറിച്ച് അവരുടെ വിശേഷണങ്ങൾ പറയുമ്പോൾ ഫസ്റ്റ് തുടങ്ങണ പോയിന്റ് എന്താ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ എന്തില്ല, അവരുടെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ടാവില്ല, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ സ്വർഗം നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല, നരകം നമ്മൾ കണ്ടിട്ടില്ല, ഖബറിലെ രക്ഷാശിക്ഷകൾ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ എങ്കിലും നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യമായി വിശ്വസിക്കുന്ന ആളുകൾ. അള്ളാഹു പറഞ്ഞത് നാം കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും അത് 100% എനിക്കൊരു ഡൗട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ എനിക്കൊരു ഡൗട്ടില്ല. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് എത്ര കയറുന്നുവോ അത്രത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് റിസൾട്ട് ഉണ്ടാകും. ഒരുപാട് റിസൾട്ട് ഉണ്ടാകും. നിങ്ങൾ നോക്കി, മഹാനായ ഉമൈർ ഇബ്നു ഹുമാം അൽ അൻസാരി റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ബദർ യുദ്ധം നടക്കുകയാണ്. ബദർ യുദ്ധത്തിന്റെ ഇതിലേക്കുള്ള വിളിയാളം വരികയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ വിളിക്കുകയാണ്, ഖൂമു ഇലാ ജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമിയോളം വിശാലതയുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ എല്ലാവരും എണീക്കി, പുറപ്പെടി. യുദ്ധത്തിനുള്ള വിളിയാളാണ്. അപ്പോൾ ഉമൈർ ഇബ്നു ഹുമാം അൻസാരി റളിയല്ലാഹു അൻഹു ഒരു കാരക്ക ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, ജന്നത്തുൻ അർളുഹസ് സമാവാതു വൽ അർദ്, പ്രവാചകരെ, ആകാശഭൂമിയോളം വിശാലമായ സ്വർഗോ? പ്രവാചകൻ പറഞ്ഞു, നഅം. അപ്പൊ അദ്ദേഹം ബഖിൻ ബഖിൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വായിൽ അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഈത്തപ്പഴം തുപ്പി അദ്ദേഹം യുദ്ധത്തിന് പോകണം. അഥവാ ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയമല്ല, ഇത് കഴിച്ച് അത്രയും സമയം നഷ്ടപ്പെടുത്താനുള്ള സമയം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അദ്ദേഹം പോയി യുദ്ധം ചെയ്യണം, അദ്ദേഹം ഷഹീദാകണം.
പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. അള്ളയും റസൂലും ഒരു കാര്യം പറഞ്ഞ, പ്രത്യേകിച്ച് ഇസ്ലാമിക ചരിത്രങ്ങളിൽ ജിഹാദിനെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ, ആ ജിഹാദിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ മരണം ഉറപ്പാണ്. മരണം പ്രതീക്ഷിച്ചാണ് പോകുന്നത്. പക്ഷേ മരണപ്പെട്ടാലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ കണ്ണടച്ച് നാളെ പരലോകത്ത് കണ്ണ് തുറക്കുമ്പോൾ സ്വർഗം എൻ്റെ റബ്ബ് എനിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന വിശ്വാസം. അത് അള്ളി റസൂല് പറയുമ്പോൾ ആ വിശ്വാസത്തിൽ ഒരു തരിമ്പ് പോലും സംശയമല്ല. ഒരു ചെറിയ സംശയം പോലും അവരുടെ മനസ്സിൽ വരുന്നില്ല. അത് അങ്ങനെ തന്നെ അവർ ഏറ്റെടുക്കുകയാണ് ശരിക്കും ചെയ്യണത്. ഈ വിശ്വാസത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ടോ? നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അതാണ് ഒന്നാമത്തേത്. ഒന്ന് ക്ലിയർ ആണെങ്കിൽ 2 എന്ന് ടൈപ്പ് ചെയ്യാം. രണ്ടാമത്തത്, മാഷാഅല്ലാഹ് ബറക്കല്ലാഹു ഫീക്കും, രണ്ടാമത്തത് ഉപജീവനം, റിസ്ക് അള്ളാന്റെ കരങ്ങളിലാണെന്ന് വിശ്വസിക്കണം. റിസ്ക് നൽകേണ്ടവനാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരാൾ ഗർഭപാത്രത്തിൽ, നമ്മളെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുമ്പോൾ വരെ ആ സമയത്ത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അതിനുമപ്പുറം ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെ ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. സൂറത്ത് ഹൂദിൽ അല്ലാഹ് പറഞ്ഞില്ലേ, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ ഭൂമിയിൽ ഏതൊക്കെ ജീവികളുണ്ടോ, ജീവജാലങ്ങളുണ്ടോ, അതിൻ്റെയൊക്കെ റിസ്ക് പടച്ചു ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഏറ്റെടുത്തിട്ടുണ്ട്. പണ്ഡിതന്മാർ ഏതുവരെ എന്ന് വിശദീകരിച്ചു എന്ന് ചോദിച്ചാൽ, ഒരാൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വരെ അതിൻ്റെ ആശയമുണ്ട് എന്നാണ്. ഒരാൾ മരണത്തെ പേടിച്ച് ഓടുക എന്ന് വിചാരിക്കാം. മരണത്തെ പേടിച്ച് ഓടുകയാണ്. അങ്ങനെ ഓടുമ്പോൾ അയാളെ മരണം പിടികൂടുമല്ലോ. അതേ പ്രകാരം റിസ്കിൽ നിന്ന് ഒരാൾ ഓടിയാലും അയാൾക്ക് അള്ളാഹ് നിശ്ചയിച്ച റിസ്ക് അദ്ദേഹം അനുഭവിക്കാതെ ഈ ലോകം വിടൂല. മനസ്സിലായി? അപ്പൊ റിസ്കിനെ കുറിച്ച് ഒരുപാട് ടെൻഷൻ. നമ്മുടെ റിസ്കിനെ കുറിച്ച് എന്താകും എൻ്റെ അവസ്ഥ, അതേപോലെ തന്നെ ഞാൻ മരിച്ച എൻ്റെ മക്കളുടെ അവസ്ഥ എന്താകും, എന്തെല്ലാം ടെൻഷനുകളാണ് നമ്മുടെ മനസ്സിൽ. അതിൽ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കേണ്ടത് അർ-റസ്സാഖ്. അതാരാ? അർ-റസ്സാഖ് അതാരാ? എല്ലാവരും ടൈപ്പ് ചെയ്യും. അതാരാ? അർ-റസ്സാഖ് അതാരാ? റാസിഖ് അതാരാ? റിസ്ക് നൽകുന്നവനാരാ? അല്ലാഹ്. അത് നമ്മുടെ യജമാനനല്ല, നമ്മുടെ മുതലാളിയല്ല റിസ്ക് നൽകുന്നത്, നമ്മുടെ കമ്പനിയുടെ ഓണറല്ല, നമുക്ക് സാലറി ഓഫീസിൽ നിന്ന് എണ്ണിത്തരുന്ന ആളല്ല, നമ്മുടെ കസ്റ്റമർ അല്ല, നമ്മുടെ ബിസിനസ് അല്ല. അതൊക്കെ കേവലം കാരണങ്ങൾ മാത്രമാണ്. നമ്മൾ അചഞ്ചലമായി വിശ്വാസം സമർപ്പിക്കേണ്ടവിടെ അള്ളാഹുവിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ റിസ്കിനെ നമ്മൾ, ആ വിശ്വാസത്തെ നമ്മൾ സമർപ്പിക്കുമ്പോൾ തീർച്ചയായും അത്ഭുതങ്ങൾ സംഭവിക്കും. മഹാനായ ഇമാം ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളിങ്ങനെ വിരക്തിയോടുകൂടി അത്രയൊന്നും ടെൻഷനില്ലാതെ ബേജാറില്ലാതെ നിങ്ങൾ ജീവിക്കാനുള്ള രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ 4 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതിൽപ്പെട്ട ഒരു കാര്യം എന്താ അറിയും?
അലിംതു ബി അന്ന റിസ്ഖ ലൻ യഖുദഹു ഗൈരി. എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, എനിക്ക് പടച്ചോ നിശ്ചയിച്ച റിസ്ക് വേറെ ഒരു കുട്ടിക്ക് കിട്ടൂല, അത് എനിക്ക് തന്നെ കിട്ടും. വേറെ ഒരാളെ കച്ചവടം തുടങ്ങി, വേറെ ഒരാളെ കട തുടങ്ങി, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച നമുക്ക് കിട്ടും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാരണങ്ങൾ എന്തോ അത് മാക്സിമം ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക, ബാക്കി അലല്ലാഹ്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവക്കുലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തൊരു നല്ല ഉദാഹരണം പറഞ്ഞത്. നിങ്ങൾ തവക്കുലാക്കേണ്ടത് റിസ്കിന്റെ വിഷയത്തിലൊക്കെ പ്രത്യേകിച്ചും നിങ്ങൾ തവക്കുലാക്കേണ്ടത് അള്ളാഹുവിലാണ്. എന്നിട്ട് ഏതുപോലെ പക്ഷികൾ തവക്കുലാക്കുന്നത് പോലെ അതിങ്ങനെ രാവിലെ പ്രഭാതത്തിൽ കൂടുവിട്ടിങ്ങനെ പറന്നു പോകുമ്പോ എവിടെയാണ് ഉള്ളത് അറിയില്ല. ഇന്ന് ആ പക്ഷിക്കുള്ള റിസ്ക് എവിടെയെന്ന് അതിനറിയില്ല. പക്ഷെ അത് എവിടെ തവക്കുലാക്കിയിട്ടുണ്ട്? ആരിൽ തവക്കുലാക്കിയിട്ടുണ്ട്? അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ടുണ്ട്. അപ്പൊ ഒട്ടിയ വയറുമായി കൂടുവിട്ടിറങ്ങുന്ന പക്ഷികൾ, പടച്ചോനെ അതിനേക്കാൾ നല്ല ഉദാഹരണം എന്താ പറയാനുള്ളത്? അതിങ്ങനെ പാറിപ്പറന്നു പോയി വൈകുന്നേരമാകുമ്പോ ഫുഡ് കിട്ടാതെ തിരിച്ചു വരുന്ന പക്ഷികളില്ല. അത് തിരിച്ചു വരുമ്പോ അതിന്റെ വയറ് വയറ് നിറഞ്ഞ അവസ്ഥയിലായിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കുക. ഭൗതികമായ എന്ത് സംഗതി ഉണ്ടോ, നമുക്ക് കടണ്ടോ, പ്രതിസന്ധികളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, അവിടങ്ങളിലൊക്കെ നമ്മുടെ ഇസ്ലാമികമായ കാരണങ്ങൾ നമ്മൾ പരിശോധിക്കണം. നമ്മൾ ചെയ്യേണ്ട പാർട്ട് എന്ത് പ്രതിസന്ധിയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായ പ്രതിസന്ധികളൊക്കെ കരകയറാൻ പറ്റുന്ന സംഗതിയാണ്. അതിനുള്ള പ്ലാൻ ഉണ്ടാക്കണം, അള്ളാഹുവിൽ തവക്കുലാക്കണം, നമ്മൾ ചെയ്യേണ്ട പാർട്ട് നമ്മൾ ചെയ്യണം, അള്ളാഹുമായുള്ള ബന്ധം നമ്മൾ ശരിയാക്കണം. തീർച്ചയായും അത്ഭുതങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ വരും. ക്ലിയർ ആണെങ്കിൽ 3 എന്ന് ടൈപ്പ് ചെയ്യാം. മൂന്നാമത്തത്, മാഷാ അല്ലാഹ്, മൂന്നാമത്തത് അവര് സ്വതക്ക കൊടുക്കുന്നവരാണ്. സ്വതക്ക കൊടുക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് മാ നഖസത്ത് സ്വതഖത്തും മിൻ മാൽ. സ്വതക്ക ഒരിക്കലും ധനത്തിൽ കുറവ് വരുത്തുന്ന സംഗതിയല്ല. ഈ അടിസ്ഥാനം ശരിക്കും ഒരു സ്വതക്കന്റെ വിഷയം മാത്രമല്ല ഞാൻ ഇവിടെ പറയണത്. ആദ്യം നമുക്ക് സ്വതക്ക മനസ്സിലാക്കാം. സ്വതക്ക കൊടുക്കുമ്പോൾ എന്ത് കുറയില്ല? ധനം കുറയുന്ന സംഗതിയില്ല. നമ്മുടെ മുമ്പിൽ എത്ര ഇസ്ലാമിക സംരംഭങ്ങൾക്ക് വേണ്ടി കലക്ഷന് വരാറുണ്ട്, എത്ര പാവപ്പെട്ടവർ വരാറുണ്ട്. അവിടങ്ങളിലൊക്കെ ദാരിദ്ര്യ ഭയം ഉണ്ടാക്കുന്ന കുതന്ത്രം പൈശാചികമാണെന്നുള്ളത് ഖുർആൻ പറഞ്ഞതാണ്. എന്നാൽ നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തിയ സംഗതി എന്താ വെച്ചാൽ ഭൗതികമായി ഒരുപാട് സമ്പത്ത് നേടിയ ആളുകൾ വരെ, ഭൗതിക ഗ്രന്ഥങ്ങളിൽ വരെ അവരൊക്കെ ചാരിറ്റി, പിന്നെ 10% അല്ലെങ്കിൽ 5% ചാരിറ്റി കൊടുക്കണം എന്നാ പറയണത്. കാരണം അത് സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന കാര്യമായിട്ട് അവര് വരെ മനസ്സിലാക്കി. അത് അവരുടെ പുസ്തകങ്ങളിൽ അവർ പറയുകയും അത് അവരുടെ ജീവിതത്തിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മൾ കേട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ വിശ്വാസം എത്ര വന്നിട്ടുള്ളത്? ഇതൊക്കെ കൊടുത്ത ഇരട്ടി ഇങ്ങോട്ട് കിട്ടും. നമ്മുടെ സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകും. പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനുള്ള പ്രതിഫലം നൽകും.
എന്ന ചിന്ത എത്രത്തോളം നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എല്ലാ പ്രഭാതത്തിലും 2 മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ്. എല്ലാ പ്രഭാതത്തിലും, അല്ലാഹുവേ, ധനം ചെലവഴിക്കുന്ന ആൾക്ക്, സ്വതക്ക കൊടുക്കുന്ന ആൾക്ക് വീണ്ടും കൊടുക്കണേ. രണ്ടാമത്തെ മലക്കിന്റെ പ്രാർത്ഥന, ധനം പിടിച്ചു വെക്കുന്ന ആൾക്ക് നാശം വരുത്തണേ, അഥവാ സമ്പത്ത് കൊടുക്കരുത്. ചിലപ്പോൾ കുറേ കാശുണ്ടാവും, അത് അവന് കുറേ ഉപകരിക്കാതെ കുറേ ഹോസ്പിറ്റൽ കേസും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു ബർക്കത്തില്ലാതെ പോകുന്ന അവസ്ഥയൊക്കെ പലപ്പോഴും ഉണ്ടാകുക. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം അങ്ങനെ തന്നെ എടുക്കുക. ഞാൻ സെലഫുകളിൽപ്പെട്ട, മുൻഗാമികളിൽപ്പെട്ട നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു ചരിത്രം പറയണം. റെഡിയാണോ? നിങ്ങൾ കേൾക്കാൻ റെഡിയാണോ? ആ ചരിത്രം, ഹിസ്റ്ററി കേൾക്കേണ്ട ആളുകൾ എച്ച് എന്ന് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യിപ്പിക്കണം. നിങ്ങളിവിടെ ലൈവായി ഉണ്ടാകാനാണ്, പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. മഹാനായ ഹദീസ് റിപ്പോർട്ടന്മാരുടെ കൂട്ടത്തിലൊക്കെ പെട്ട ഫഖീഹായ മുഹദ്ദിസായ ഹൈവത്ത് ബിനു ശുറൈഹ് അത്തജീബി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ സിയറു അലാമി നുബലയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന് 60 ദീനാറുകൾ അദ്ദേഹത്തിന് ലഭിക്കും. ആ കിട്ടുന്ന പൈസ അദ്ദേഹം മുഴുവനും കിട്ടിയ ഉടനെ അദ്ദേഹം എന്ത് ചെയ്യും? ദാനം ചെയ്യും. അള്ളാന്റെ മാർഗത്തിൽ ദാനം ചെയ്യും, പാവപ്പെട്ടവർക്ക് കൊടുക്കും. അങ്ങനെ ദാനം ചെയ്ത് നേരെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വരും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തലയിണ പൊക്കി നോക്കുമ്പോൾ ആ 60 ദീനാർ അവിടെ ഉണ്ടാവും. ഇത് മായാവിക്കഥയല്ല, ഇത് ചരിത്രത്തിൽ നടന്ന സാലിഹായ ഒരു പണ്ഡിതന്റെ ജീവിതത്തിൽ നടന്ന സംഭവം മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ്. അപ്പൊ ഈ ഒരു സംഗതിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പിതൃവ്യ പുത്രനോട്, കുടുംബക്കാരനോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അതേപോലെ ചെയ്തു നോക്കി. പക്ഷെ അദ്ദേഹം വീട്ടിൽ പോയപ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പൊ അദ്ദേഹം ഹൈവത്ത് ബിനു ശുറൈഹ് അത്തജീബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തിട്ട് എനിക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. ഞാൻ എൻ്റെ ആ ധനം ഫുള്ള് കൊടുത്തു, പക്ഷെ എനിക്കത് കണ്ടില്ല. ആ സമയത്ത് മഹാനായ ഹൈവ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ മറുപടി നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്, ഞാൻ ദൃഢവിശ്വാസത്തോടു കൂടെയാണ് എൻ്റെ റബ്ബിന് ഞാൻ നൽകിയത്. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ഖുർആനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നാം പഠിച്ചിട്ടുണ്ട്, അള്ളാഹ്ക്ക് കൊടുത്തത് നഷ്ടാവൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പകരം നൽകും. അള്ളാഹു പരലോകത്ത് പ്രതിഫലം നൽകും. ഇത് എൻ്റെ പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, ഖുർആനിൽ പഠിപ്പിച്ച ആശയമാണ്. അതിൽ എനിക്ക് ഒരു ചെറിയ ഡൗട്ട് പോലുമില്ല. മനസ്സിലായോ? എന്നാ നീ എങ്ങനെ കൊടുത്തത്? നീ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആരെ ടെസ്റ്റ് ചെയ്യുന്നത്? അള്ളാനെ ടെസ്റ്റ് ചെയ്യാൻ. നിങ്ങളങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയില്ലേ, എന്നാ ഞാനൊന്ന് നോക്കി നോക്കട്ടെ. നോക്കി നോക്കാൻ പോവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടത്. ഇസ്ലാമികമായ പല വിഷയങ്ങളിലും ഇന്ന ദിക്ർ ചൊല്ലിയാൽ, ഇന്ന പ്രാർത്ഥന ചൊല്ലിയാൽ, ഇന്ന കർമ്മം ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ജീവിതത്തിൽ ഇന്ന റിസൾട്ട് ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിലെ വചനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് പലർക്കും റിസൾട്ട് കിട്ടുന്നത്. പടച്ചോനെ, എനിക്കെന്താ റിസൾട്ട് കിട്ടാത്തത് എന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിനുള്ള മറുപടിയാണ് മഹാനായ ഹൈവത്ത് ബിനു ശുറൈഹ് അത്തജീബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യണം, ഒന്ന് ചെയ്തു നോക്കാൻ നിലനിൽക്കണം. ഒരു ഡോക്ടറെടുത്ത് പോയി
നമ്മുടെ അസുഖം മാറിയില്ല. ഒരു വേറെ ഡോക്ടറെ കുറിച്ച് പറഞ്ഞു, എന്നാ പിന്നെ അയാളത്തൊന്ന് പോയോക്കാം. അങ്ങനെ ടെസ്റ്റ് ചെയ്യേണ്ട സംഗതിയല്ല എന്ത് ദീനിയായ കാര്യങ്ങൾ. ഇത് ദൃഢബോധ്യത്തിൽ ചെയ്യേണ്ടതാണ്. നമ്മൾ അനുഭവിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, എന്തെല്ലാം പ്രതിസന്ധികളുണ്ട്, ആ പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്കൊക്കെയുള്ള ശിഫ എവിടെയുണ്ട്? അള്ളാന്റെ ഖുർആനിലുണ്ട്. ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എവിടെയുണ്ട്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലുണ്ട്, ഇസ്ലാമിക പ്രമാണങ്ങളിലുണ്ട്, ദീനിലുണ്ട്. പക്ഷെ ആൾക്കാർക്ക് അതൊന്നും വേണ്ട. ഒരു ഭൗതികമായ കാര്യങ്ങളുടെ പിന്നാലെ പോവുകയാണ്. അവിടെ കുറേ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്, അപ്പൊ അവിടെ നിന്ന് പോയൊക്കെ ഏതുവരെ എന്ന് ചോദിച്ചാൽ മുസ്ലിം ഉമ്മത്തിലെ സഹോദരങ്ങൾ, മുസ്ലിം ഉമ്മത്തിലെ സഹോദരിമാർ ചർച്ചിൽ വരെ പോയി അവിടെ മാറ്റം ഉണ്ടാകുന്നത് കേൾക്കുമ്പോൾ അവിടെ പോവുക, അമ്പലങ്ങളിൽ പോവുക. സുബ്ഹാനല്ലാഹ്. അതല്ലെങ്കിൽ ജാറങ്ങളിൽ, മക്ബറകളിൽ പോവുക. നിങ്ങൾ നോക്കി എവിടെയാണ് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം എവിടെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടപ്പെട്ടത്? എന്നിട്ട് നമ്മൾ പറയാം നമുക്കൊക്കെ അള്ളാഹുൽ വിശ്വാസം ഉണ്ട്. നമുക്ക് എന്താ വിശ്വാസം? അള്ളാഹ് ഉണ്ട് എന്നുള്ള വിശ്വാസം. നമുക്ക് അള്ളാഹുലുള്ള വിശ്വാസം, അൽ ഈമാനു ബില്ല എന്ന് പറഞ്ഞ അള്ളാഹ് ഉണ്ട് എന്നുള്ള വിശ്വാസം മാത്രമല്ല, അതൊരു പാർട്ട് മാത്രമാണ്. നമ്മുടെ വിശ്വാസത്തിൽ എത്ര അബദ്ധങ്ങളുണ്ട്! പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പരിഹാര മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വിതറി കിടക്കുകയാണ്. അത് പൂർണ്ണ വിശ്വാസത്തോടുകൂടെ നമ്മൾ സ്വീകരിച്ച് തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടാകും. അറിയോ എത്ര അനുഭവങ്ങൾ ഉണ്ടാവും? എത്ര അനുഭവങ്ങൾ ആ യഖീൻ സ്വീകരിക്കുമുണ്ടാകും. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണ് ഡേസി എന്ന് ടൈപ്പ് ചെയ്യാം. അതാണ് മൂന്നാമത്തത്. നാലാമത്തത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യഖീൻ ഉണ്ടാകുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പുണ്ടാകണം, ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉദ്ഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ. പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടുമെന്ന പൂർണ്ണമായ ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടാകണം. യഖീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്കില്ല. 100% ഒരു കുറവ് വരാൻ പാടില്ല. 100ന്റെ അപ്പുറത്തേക്ക് ഉണ്ടെങ്കിൽ അത് വരെ നമുക്ക് വേണമെന്നാണ് യഖീൻ. മനസ്സിലായോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ യഖീൻ നമുക്കുണ്ടോ? പല വിഷയങ്ങളിലും പ്രാർത്ഥിക്കുന്ന സമയത്ത് പടച്ചവനോടൊന്ന് ചോദിച്ചു നോക്കാം, ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം. ഞാൻ കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലേ? എന്തെല്ലാമാണ് നമ്മൾ പറയുന്നത്. മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ അവരൊക്കെ മഴക്ക് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ചരിത്രങ്ങളിൽ കാണാൻ പറ്റും. മഴക്ക് വേണ്ടി നിസ്കരിക്കാൻ പോകുമ്പോൾ മഴയില്ല, സ്വലാത്തുൽ ഇസ്തിസ്ഖ, മഴക്ക് വേണ്ടിയുള്ള നിസ്കാരം നിർവഹിക്കാൻ പോകുമ്പോൾ എന്താ ചെയ്യുക? കൊടെടുത്ത് പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. അവരുടെ യഖീൻ എത്രയാണ്? അവരുടെ ഉറപ്പ് എത്രയാണ്? അവർക്കൊരു ഡൗട്ടും ഇല്ല, മഴ പെയ്യൂല എന്നുള്ള വിഷയമല്ല അവർക്കുള്ളത്. മഴ പെയ്യൂൽക്ക് ഉറപ്പാണ്, അവർക്ക് ഉറപ്പാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ആലോചിക്കുക, നമുക്ക് അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞ എത്ര പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതിന് റിസൾട്ട് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്.
പക്ഷെ നമുക്ക് ആ ഒരു വിശ്വാസം ഉണ്ടോ? പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പറയുന്ന വലിയൊരു സംഗതി, വിശ്വാസിക്ക് ഡൗട്ട് ഉണ്ടാകൂല എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശ്വാസിക്ക് ഡൗട്ട് ഉണ്ടാകൂല. ഡൗട്ട് ഉണ്ടാകുക എന്നുള്ളത്, സംശയം ഉണ്ടാകുക എന്നുള്ളത്, അത് കുഫ്റാണ്, അല്ലെങ്കിൽ കാഫിരീങ്ങളുടെ, സത്യനിഷേധികളുടെ അടയാളാണ്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ വിശ്വാസക്ക് നമ്മൾ എത്ര അപ്ഡേറ്റ് ചെയ്യണം? അതാണ് നാലാമത്തേത്. 4 ഓക്കെ ആണെന്നുണ്ടെങ്കിൽ 5 ടൈപ്പ് ചെയ്യാം. അഞ്ചാമത്തത്, അവർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ഉറ്റാലോചിക്കുന്ന ആളുകളാണ്, ഒരുപാട് ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പൊ ദൃഢബോധ്യം ഇങ്ങനെ വരും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവിടുത്തെ വഫാത്തിന് ശേഷം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് 2 സഹാബികൾ ചൊല്ലുകയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം, ഒരു അത്ഭുതമുള്ള സംഭവം പറഞ്ഞു തരാൻ പറയണം. അപ്പൊ ആയിഷമ്മ പറഞ്ഞു, എൻ്റെ രാത്രികളിൽപ്പെട്ട ഒരു രാത്രി പ്രവാചകൻ എൻ്റെ അരികിൽ വന്നു. കാരണം വ്യത്യസ്ത ഭാര്യമാരുണ്ട്. അപ്പോൾ ഓരോ ഭാര്യക്കും ഓരോ ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ആയിഷമ്മയുടെ രാത്രിയിൽപ്പെട്ട ഒരു രാത്രി പ്രവാചകൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ദരീനിയ യാ ആയിഷ അതഅബ്ബദു ലൈലത ലിറബ്ബി. ആയിഷ, ഇന്ന് എന്നെ വിട്, ഞാനൊന്ന് ഇബാദത്ത് എടുക്കട്ടെ, നിസ്കരിക്കട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ പെർമിഷൻ കൊടുക്കണം. റസൂലുള്ള ദീർഘമായി നിസ്കരിക്കണം. നിസ്കരിച്ചെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരഞ്ഞ് കരഞ്ഞ് പ്രവാചകന്റെ താടിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സുജൂദ് ചെയ്ത സ്ഥലം പോലും കണ്ണുനീർ കൊണ്ട് പുതിർന്നിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ കാരണം ചോദിക്കുന്ന സമയത്ത്, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ടില്ല, എന്തിനാ താങ്കൾ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഇങ്ങനെ പ്രയാസപ്പെടുന്നു ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എനിക്ക് നല്ല ഒരു നന്ദിയുള്ള അടിമയാകണ്ടേ. എന്നിട്ട് പിന്നെ പ്രവാചകൻ പറഞ്ഞ എന്താ അറിയും, ഇന്ന് രാത്രി എനിക്ക് ചില ആയത്തുകൾ ഇറക്കപ്പെട്ടു. ആ ആയത്തുകൾ പാരായണം ചെയ്തിട്ട് ആരെങ്കിലും ചിന്തിച്ചിട്ടില്ലെങ്കിൽ വൈലുൻ, അവന് നാശം. എന്നിട്ട് സൂറത്തു ആൽ ഇംറാനിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആയത്തുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുക്കുന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാപ്പകലുകൾ മാറി മാറി വരുന്നതിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക്, ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്നിട്ട് അവരുടെ പ്രത്യേകത എന്താ? അവർ അള്ളാനെ ഓർക്കും. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. അവർ കിടന്നും നടന്നും നിന്നും ഒക്കെ ഇരുന്നും ഒക്കെ അള്ളാനെ ഓർക്കുന്ന ആളുകളാണ്. വയതഫക്കറൂൻ, അവർ ആലോചിക്കുന്ന ആളുകളാണ്. ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയെക്കുറിച്ച് ആലോചിക്കുന്നു. അഥവാ അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചിട്ടൊക്കെ അവർ ചിന്തിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തെക്കുറിച്ച് അവർ ചിന്തിക്കും. ഓരോ സൃഷ്ടിപ്പ് കാണുമ്പോൾ പടച്ചോനെ, അള്ളാന്റെ സൃഷ്ടിപ്പിന്റെ ഗാംഭീര്യം എത്രയാണ്, അവർക്ക് യഖീന് കൂടുകയാണ്, അവരുടെ ദൃഢവിശ്വാസം വർദ്ധിക്കണം. എന്നിട്ട് അവർ പറയും, റബ്ബന മാ ഖലഖത ഹാദാ ബാതില, പടച്ചോനെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്, ഫഖിന അദാബന്നാർ, ഞങ്ങളെ നരക ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണം. അപ്പൊ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഉറ്റാലോചിക്കുക എന്നുള്ളതാണ് അവരുടെ മറ്റൊരു ഗുണം. നമ്മളെ എത്ര ചിന്തിക്കുന്നുണ്ട്, നമ്മുടെ ചിന്തകളുടെ വിഷയങ്ങളിൽ ഇങ്ങനൊരു സംഗതി എത്ര വരുന്നുണ്ട്. നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച്, അതങ്ങനെയായ പിന്നെ എന്താകും അവസ്ഥ എന്നൊക്കെ, ഭാവിയെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് ടെൻഷൻ അടിച്ച് ബേജാറായി
അതല്ലെങ്കിൽ കഴിഞ്ഞുപോയ ഒരുപാട് സംഭവങ്ങൾ, ജീവിതത്തിലെ നഷ്ടങ്ങൾ, അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന അവസ്ഥയാണ് നമുക്കുള്ളത്. അത്തരം ചിന്തകളിലൊക്കെ നമ്മളെ നെഗറ്റീവിലേക്കാണ് ശൈത്താൻ കൊണ്ടുപോണത്. നമ്മളെ നിരാശയിലേക്ക് കൊണ്ടുപോവുകയാണ്, നമ്മളെ സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോവുകയാണ്, നമ്മളെ രോഗികളാക്കുകയാണ്. അതിൽ നിന്ന് മാറി പോസിറ്റീവായ ചിന്തകളിലേക്ക്, നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്ന, നമ്മളെ യഖീനിലേക്ക് എത്തിക്കുന്ന ഇത്തരത്തിലുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സുകളിലൂടെ കടന്നു പോകേണ്ടത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 5 ക്ലിയർ ആണെങ്കിൽ 6 ടൈപ്പ് ചെയ്യാം. ആറാമത്തത്, ഗുഡ് മാഷാഅല്ലാഹ്. ആറാമത്തത്, പ്രതിസന്ധികൾ അവർക്ക് നിസ്സാരമായി തോന്നുന്ന ആളുകളാണ്. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ അവർക്കുണ്ടാകും. ചെറിയൊരു പരീക്ഷണം വരുമ്പോൾ തന്നെ ആകെ തകർന്നു പോകുന്ന അവസ്ഥ ഈമാനിന്റെ കുറവാണ്, യഖീനിന്റെ കുറവാണ്. ഏറ്റവും കൂടുതൽ ശക്തമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയവരാണ് മഹാന്മാരായ പ്രവാചകന്മാർ, സലഫുകൾ. മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി, അതിന്റെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. പക്ഷെ അവിടെ വരെ ഒന്നും സംഭവിക്കാത്ത പോലെ നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അള്ളാഹു നമ്മളെയൊക്കെ എത്തിക്കട്ടെ. അള്ളാഹു നമുക്കൊക്കെ അതിനുള്ള തൗഫീഖ് നൽകട്ടെ. അത് യഖീനുള്ളവരുടെ ലക്ഷണമാണ്. അള്ളാഹ് പറഞ്ഞില്ലേ, ഫസ്ബിർ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. ക്ഷമിക്കുക, പ്രവാചകരെ ക്ഷമിക്കും, അള്ളാഹിന്റെ വാഗ്ദാനം സത്യമാണ്. വലാ യസ്തഖിഫന്നക അല്ലദീന ലാ യഖൂലൂൻ. യഖീനില്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? താങ്കളെ എങ്ങനെ കുലിക്കാൻ വേണ്ടി നോക്കും, താങ്കളിൽ ഡൗട്ട് ഉണ്ടാക്കാൻ നോക്കും. പടച്ചോനെ സായിഞ്ഞ് വരാൻ പോണില്ല എന്നുള്ള സംഗതി ഉണ്ടാക്കാം. പക്ഷെ അങ്ങനെ ഉണ്ടാകരുത്. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് യഖീൻ ഉണ്ടാകണം. ഏത് പരീക്ഷണങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ഇതൊന്നുമല്ല യഥാർത്ഥ ജീവിതം. അതാണ് നമ്മുടെ യഖീൻ. ഈ പ്രയാസങ്ങളൊക്കെ അവസാനിക്കുന്ന ഒരു ദിനം ജീവിതത്തിൽ വരാനുണ്ട്. സന്തോഷങ്ങൾ മാത്രമുള്ള, ഒരു ചെറിയ സങ്കടത്തിന് പോലും ഇടയില്ലാത്ത ഒരു ലോകത്തിൽ ഞാൻ എത്തുന്ന ഒരു ദിനം കടന്നു വരാനുണ്ട്. അല്ലേ? അങ്ങനെയൊക്കെ നമുക്ക് പ്രതിസന്ധി നമ്മളിങ്ങനെ ഖുർആൻ എടുത്ത് നോക്കിയാൽ മതി, സലഫുകൾ നമ്മൾ വായിച്ചാൽ മതി. നമ്മുടെ പ്രതിസന്ധിയൊന്നും, നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷണമൊന്നും ഒരു പരീക്ഷണമല്ല എന്ന് നമുക്ക് തോന്നും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏഴാമത്തത്, ഉപകാരവും ഉപദ്രവവും പടച്ചോന്റെ കരങ്ങളിലാണ് എന്ന് അവർ അചഞ്ചലമായി വിശ്വസിക്കും. എന്നെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരാനും കഴിയില്ല ഒരാൾക്കും, എന്നെ ഉപദ്രവിക്കാനും ഒരാൾക്കും കഴിയില്ല. എല്ലാവിധ ഉപകാരത്തിൻ്റെയും ഉപദ്രവത്തിൻ്റെയും കഴിവുള്ളത് അള്ളാഹുവിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ ഒരു വിശ്വാസമുള്ള ആൾക്ക് പിന്നെ എന്താ ടെൻഷൻ? നമ്മൾ ഓരോ വാർത്ത കാണണം, അല്ലേ? ഓരോ ന്യൂസ് കാണും. എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ചിട്ട് ചിലപ്പോൾ മക്കളെക്കുറിച്ച് പല ജാതി ടെൻഷൻ, നമ്മളെക്കുറിച്ച് ഒരുപാട് പേടി മനസ്സിൽ വരുന്നു, ബേജാറ് മനസ്സിൽ വരുന്നു. അദ്ദേഹം പറഞ്ഞത്, യഥാർത്ഥത്തിൽ നമുക്ക് വിശ്വാസമുണ്ടോ? ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാന വിശ്വാസം എന്താണ്? സൂറത്ത് യൂനുസിലെ 107-ാമത്തെ ആയത്ത്, വഇയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു.
നിങ്ങൾക്ക് അള്ളാഹു ഒരു പ്രയാസം വരുത്തി വെക്കാൻ ഉദ്ദേശിച്ചാൽ അത് നീക്കാൻ വേറെ ഒരാൾക്കും കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ തടുക്കാൻ ആരാളുള്ളത്? ആർക്കാ തടുക്കാൻ കഴിയുക? ഇനി നിങ്ങൾക്കൊരു ഖൈറാണ് അള്ളാഹു വരുത്തി വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തടയാനും ഒരാൾക്കും കഴിയില്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അത് ബാധിക്കും. വഹുവൽ ഗഫൂറുർ റഹീം, അവന് പാപം പൊറുക്കുന്നവനാണ്, റഹീമാണ്. നമ്മുടെ എല്ലാ തരത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിലുള്ളത്, ലോകത്തുള്ള എല്ലാ മനുഷ്യരും, ഇനി ജിന്നുകളെയും കൂട്ടിക്കോളും, എല്ലാവരും നിനക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടി നിനക്കൊരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ച അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ ആ ഉപകാരം എനിക്ക് കിട്ടുള്ളൂ. എല്ലാവരും ഉപദ്രവിക്കാൻ തീരുമാനിച്ചു, പടച്ചോൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഉപദ്രവിക്കാൻ പറ്റൂല. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ ചരിത്രത്തിൽ കാണാൻ പറ്റും, അദ്ദേഹത്തിനെ കൊണ്ടുപോകാണ്. അദ്ദേഹത്തിന്റെ ഇബ്നു തൈമിയ്യാണോ അതല്ല മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയാണോ, എൻ്റെ ഓർമ്മയിലില്ല, രണ്ടിലൊരാളാണ്. അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹത്തിന്റെ ശത്രുവായ രാജാവിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, രാജാവ് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ പണ്ഡിതൻ പറഞ്ഞ മറുപടിയാണ്, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനെ എന്നെ കാണിക്കരുതേ എന്ന്. നിങ്ങൾ നോക്കി, രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നു ചെല്ലുന്ന മഹാന്മാരായ സഹാബികളുടെ എത്ര ചരിത്രങ്ങൾ നമ്മൾ കാണുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒന്ന് വരുമ്പോഴേക്ക് അത് അയാൾ ചെയ്തതാണ്, മറ്റാൾ സിഹിർ ചെയ്തതാണ്, എന്നിട്ട് ആകെ ഒരു ബേജാറും പേടിയും മനസ്സിലൊക്കെ ശരിക്ക് അതൊക്കെ വെച്ച് നടക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസം സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുണ്ട് പടച്ചോൻ കണ്ട് വിടും, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഏൽപ്പിക്കും. കാരണം ഇതുകൊണ്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യാനുള്ള പാർട്ട് നമ്മൾ ചെയ്യുക, അത് നമ്മൾ ചെയ്യണം. അതിനപ്പുറത്ത് പിന്നെ ടെൻഷൻ അടിക്കല്ല. പിന്നെ പടച്ചോനെ ഏൽപ്പിച്ചു, ഇനി അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകണമെന്ന് പടച്ചോൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഉണ്ടാകണല്ലോ. ഇനി വേറെ ആരുണ്ടാണെന്ന് തീരുമാനിച്ചാലും അള്ളാഹുവിന്റെ രേഖയിൽ അതില്ലെങ്കിൽ ഒരാൾക്കും അത് ചെയ്യാൻ കഴിയില്ല. അതാണ് നമ്മുടെ വിശ്വാസം നൽകുന്ന നിർഭയത്വം. യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരൊറ്റ പോയിന്റ് നമ്മുടെ മനസ്സിൽ അടിയുറച്ചാൽ തന്നെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് മുതലാവും. ഏഴൊക്കെയാണെന്നിട്ട് 8 എന്ന് ടൈപ്പ് ചെയ്യാം. എട്ടാമത്തത്, അവർ അള്ളാഹുവിന്റെ വിധിയിൽ വിശ്വസിക്കുന്നവരാണ്. അവരല്ലാഹുവിന്റെ വിധിയിൽ വിശ്വസിക്കുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ട്, നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു പാർട്ടും കൂടിയാണ്, എന്ത് സംഭവിച്ചാലും പടച്ചോൻ തീരുമാനിച്ചത് കൊണ്ടാണ്. പിന്നെ അവരെന്ത് വർത്തമാനം പറയില്ല. നബി പറഞ്ഞില്ലേ, ഇന്ന അസാബക ശൈഉൻ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഫലാ തഖുൽ, നിങ്ങൾ പറയാൻ പോകരുത് ലൗ അന്നി ഫഅൽതു കദ വകദ, ഓ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല എന്ന് നിങ്ങൾ പറയരുത്. പകരം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, സംഭവിക്കുന്നതിന് മുമ്പ് നമ്മളൊക്കെ ശ്രദ്ധിക്കണം, അള്ളാഹിനോട് സഹായം ഒക്കെ ചെയ്യണം. സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട വാചകം എന്താ? ഖദറുല്ലാഹ് വമാ ശാഅ ഫഅൽ, ഇത് അള്ളാഹിന്റെ തീരുമാനമാണ്, അള്ളാഹ് എന്തോ ഉദ്ദേശിക്കുന്നു അത് അവൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മനസ്സ് ഫ്രീ ആയി, പിന്നെ ടെൻഷനില്ല, മനസ്സ് ഫ്രീ ആയി. മറ്റേത് ഫഇന്ന ലൗ തഫ്തഹു അമല ശൈത്താൻ, ലൗ എന്നുള്ള പ്രയോഗം അങ്ങനെയായിരുന്നു, അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇങ്ങനെ ആവൂലായിരുന്നു, എന്തിനാണ് ഇപ്പൊ അങ്ങനെ ചെയ്തത് എന്നൊക്കെ ഫുൾ ശൈത്താൻ ഇങ്ങനെ കൊണ്ടുപോകണം, നെഗറ്റീവിലേക്ക് കൊണ്ടുപോകണം.
മനസ്സിലായോ? അതാണ് 8ാമത്തെ അവരുടെ സ്വഭാവം. 9ാമത്തേത് വിചാരണക്ക് വേണ്ടി, മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്ന ആളുകളാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. നമ്മൾ ജീവിതത്തിൽ ആത്മാർത്ഥതയോടുകൂടെ ജീവിതത്തിൽ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. പടച്ചോനെ, ഇന്ന് ഞാൻ മരിച്ച ആ മരിച്ച നിമിഷം മുതൽ ഞാൻ എൻ്റെ മരണാനന്തര ലോകം സ്റ്റാർട്ട് ചെയ്യാണല്ലോ. അവിടേക്ക് വേണ്ടി ഞാൻ പണിയെടുക്കേണ്ടതുണ്ടല്ലോ. ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഡൗട്ടില്ല, ഒരു സംശയമില്ല. പരലോകം ഉണ്ട് എന്ന വിഷയത്തിൽ ഡൗട്ടില്ല. സ്വർഗമുണ്ട് എന്ന വിഷയത്തിൽ ഡൗട്ടില്ല. വിചാരണക്ക് മുമ്പിൽ അള്ളാന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുന്ന ഡൗട്ടില്ല. അതുകൊണ്ടാണ് വ്യത്യസ്ത ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ കുറിച്ച് പറഞ്ഞത്, അല്ലദീന യുഖീമുന നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കും, സകാത്ത് കൊടുക്കും, സൽക്കർമ്മങ്ങൾ ചെയ്യും, വ്യത്യസ്ത ജിഹാദ് ചെയ്യും, ഒരുപാട് ഗുണങ്ങൾ പല ഭാഗങ്ങളിൽ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞ പോയിന്റ് എന്താ? വഹും ബില്ലാഹ്. അങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം എന്താ? വഹും ബില്ലാഹിറതി ഹും യൂഖിനൂൻ. അവർക്ക് പരലോകത്തിൽ അചഞ്ചലമായ വിശ്വാസമുണ്ട്, ഒരു ഡൗട്ട് പോലുമില്ല. അപ്പൊ നമ്മുടെ സൽക്കർമ്മങ്ങൾ കുറയുന്നുവെങ്കിൽ, നമ്മുടെ സമയം വെറുതെ നമ്മൾ നഷ്ടപ്പെടുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? നമുക്ക് മരണാനന്തര ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ അപാകതകളുണ്ട്. ഉറപ്പുണ്ടെങ്കിലോ? ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും അതിനു വേണ്ടി അത് കാണും. അത് നമ്മുടെ ജീവിതത്തിൽ കാണും, നമ്മുടെ ഇബാദത്തുകളിൽ കാണും, നമ്മുടെ ഇടപെടലുകളിൽ കാണും. അതാണ് 9ാമത്തേത്. 9 ഓക്കെയാണെങ്കിൽ 10 എന്ന് ടൈപ്പ് ചെയ്യാം. 10ാമത്തേത് അള്ളാഹിനെ കുറിച്ച് സത്വിചാരം വെച്ച്, നല്ല വിചാരം, പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ആളുകളായിരിക്കും അവര്. എപ്പോഴും നല്ല വിചാരം. എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ അള്ളാഹ് മാറ്റിത്തരും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് എപ്പോഴും എൻ്റെ കൂടെ എൻ്റെ റബ്ബ്, ഞാൻ പരമാവധി നന്മകൾ ചെയ്യുന്നുണ്ട്, അള്ളാഹുവിലേക്ക് അടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ കൈയൊഴിയുകയില്ല. ആ വിശ്വാസം, ആ ഒരു പോസിറ്റീവ് ചിന്ത. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ദന്ന ബില്ലാഹ്. നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നല്ലത് വിചാരിക്കാതെ നിങ്ങൾ മരിക്കരുത്. മരണസമയത്തും നല്ല വിചാരം ഉണ്ടാകണം, ജീവിതത്തിൽ മുഴുക്കെ ഉണ്ടാകണം. അല്ലേ? മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വിശ്വാസികളുമായി പോകുന്ന സമയത്ത് നേരെ മുമ്പിൽ ചെങ്കടല ഉള്ളത്, നേരെ ബാക്കിൽ ഫിർഔനും കൂട്ടരും അവിടെ എത്താനായിട്ടുണ്ട്, പിടിക്കാനായിട്ടുണ്ട്. അപ്പൊ കൂടെയുള്ളവർ പറഞ്ഞു, മൂസ, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ. മൂസ നബി എന്താ പറഞ്ഞ്? എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, പടച്ചോൻ വഴി കാണിച്ചു തരും. എന്ത് വഴി അവിടെ ഉള്ളത്? മുമ്പിൽ കടലാണ്. എന്ത് വഴി അവിടെ ഉള്ളത്? അള്ളാഹുവിൽ അചഞ്ചലമായ പ്രതീക്ഷ അർപ്പിച്ചപ്പോ, തവക്കുലാക്കിയപ്പോ അള്ളാഹ് കടൽ പിളർത്തി വഴി കാണിച്ചു കൊടുത്തു. ഇതൊക്കെ ഭൂമിയിൽ നിന്ന് ലോകത്ത് നടന്ന സംഭവമല്ലേ? സൗർ ഗുഹയിൽ ഹിജ്റയുടെ യാത്രയിൽ പ്രവാചകന്റെ കൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സമയത്ത് ശത്രുക്കൾ വന്നിട്ട് ആ ഗുഹാമുഖത്ത് വന്ന് നിൽക്കണം. ജസ്റ്റ് കാലിന്റെ ഭാഗത്തേക്ക് നോക്കി, അവരുടെ കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ മതി, അവര് പ്രവാചകനെയും അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണും. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഒരു കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ കാണൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ, നമ്മൾ രണ്ടാൾ മാത്രമല്ലല്ലോ, താങ്കൾ വിഷമിക്കണ്ട, മൂന്നാമതായി നമ്മുടെ കൂടെ റബ്ബുണ്ട്. മനസ്സിലായോ? ഈ വിശ്വാസം നമുക്ക് എത്രത്തോളം പോസിറ്റീവ് ചിന്താഗതിയിലേക്ക് നമ്മൾ വരുന്നോ അത്രത്തോളം നമുക്ക് സമാധാനത്തിലേക്ക് വരാൻ പറ്റും. ദൃഢ വിശ്വാസമുള്ളവരാകാൻ നമ്മൾ ചെയ്യേണ്ട 4 കാര്യങ്ങൾ.
ആ 4 കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള ആളുകൾ 4 എന്ന് ടൈപ്പ് ചെയ്യാം. ഒന്ന്, നമ്മൾ ഖുർആൻ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അർത്ഥം മനസ്സിലാക്കി വിശദീകരണം മനസ്സിലാക്കിയിട്ടൊക്കെ നമ്മൾ പാരായണം ചെയ്യണം. അതിനെക്കുറിച്ച് ചിന്തിക്കണം, ആയത്തുകളെ കുറിച്ച് ചിന്തിക്കണം, ദീൻ പഠിച്ചുകൊണ്ടിരിക്കണം, ദീനിയായ ക്ലാസ്സുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. ഇൻഷാ അല്ലാഹ് ദർസിലൊക്കെ നമ്മൾ സ്ഥിരമായി പങ്കെടുക്കുമ്പോൾ നമ്മൾ യഖീനിലേക്ക് നമ്മൾ പടിപടിയായി എത്തും. നമ്മളതാണ് ഇതിലൊക്കെ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. യഖീനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമ്മുടെ മുമ്പിൽ വിഷയാകൂല. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതിലുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഒന്ന് ദീൻ പഠിക്കുക എന്നുള്ളതാണ്, ഖുർആൻ ചിന്തിച്ച് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ആലോചിക്കുക. ഭൗതികമായ ഒരുപാട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ ദിനേന നമ്മൾ കാണണം. ആ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അത് നമ്മൾ കാണുമ്പോൾ അവിടങ്ങളിലൊക്കെ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് പോസിറ്റീവ് ചിന്തകളിലേക്ക് നമ്മൾ വരണം. മൂന്നാമത്തേത് പണ്ഡിതന്മാർ പറയുന്നത് അറിവനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ഇൽമനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം, പ്രവർത്തിക്കാതിരിക്കരുത്. എത്രത്തോളം ഇൽമ കിട്ടുന്നു അത്രത്തോളം പ്രവർത്തിക്കുമ്പോൾ യഖീനിലേക്ക് നമ്മൾ ഇങ്ങനെ അടുത്തടുത്ത് വരും. നാലാമത്തത് നമ്മൾ യഖീനിന് വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. പടച്ചോനെ യഖീനുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ നിന്ന് എണീക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന, ഒരല്പം ദീർഘമായ പ്രാർത്ഥനയാണ്. ഇൻഷാ അല്ലാഹ് ഈ പ്രാർത്ഥനയുടെ ടെക്സ്റ്റും അതിൻ്റെ ഒരു അർത്ഥവും നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പം ജസ്റ്റ് ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഒന്ന് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്നത്, പടച്ചോനെ നിന്നെ ധിക്കരിക്കുന്നതിൽ നിന്ന് നിന്നെ പേടിക്കാനുള്ളൊരു തൗഫീക്ക് നൽകണേ. അള്ളാഹുവേ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ. എന്നിട്ട് മൂന്നാമത് ചോദിക്കണ വിഷയം എന്താ അറിയോ? വമിനൽ യഖീനി മാ തുഹവ്വിനു ബിഹി അലൈനാ മുസാഇബുദ് ദുനിയ. ജീവിതത്തിലെ മുസീബത്തുകൾ, പരീക്ഷണങ്ങൾ ഒക്കെ നിസാരമാകുന്ന ദൃഢവിശ്വാസത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഇത് സദസ്സ് പിരിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മളും പ്രാർത്ഥിക്കണം യഖീന് കിട്ടാൻ വേണ്ടി. നമ്മൾ യഖീന് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതിന് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നിരന്തരം ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബറക്കല്ലാഹു ഫീക്കും. ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നെ വളരെ വലിയ ലക്ഷ്യത്തോടു കൂടെയാണ് ഇതിൻ്റെ ക്ലാസ്സുകളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രയത്നം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഇനി റെക്കോർഡ് ക്ലാസ്സിൻ്റെ ലിങ്കൊക്കെ വരും. നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുക. നമ്മുടെ ഇതിൻ്റെ പോസ്റ്ററിൻ്റെ ലിങ്കൊക്കെ അയച്ചു കുറേ ആളുകൾ ഇതിൽ ജോയിൻ ചെയ്യണം. കുറേ ആളുകൾക്ക് ദൃഢവിശ്വാസം ലഭിക്കണം. അവരുടെ ദീനിയായ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണം. നമ്മൾ ഒരുമിച്ചാണ് ഈ ഒരു മിഷൻ പൂർത്തീകരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു നമുക്ക് നീക്കി തരുമാറാകട്ടെ. ദൃഢവിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകാനുള്ള മഹത്തായ തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനകല്ലാഹു ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.